അപ്പൊ അശ്വന്ത് കോക്ക് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോവാൻ തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് മമ്മൂക്ക വരുവാണ്. മമ്മൂട്ടിയോ? അതായത് ഒരു കഥ നന്നായി. അപ്പൊ നമുക്ക് കുറച്ച് ലേറ്റായി, അവിടേക്ക് എത്താനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പൊ പിണറായി വിജയൻ സാർ ചോദിച്ചു, ഓ അവരല്ലേ മറ്റേ RDXന്റെ ഇതിന് തിരുവനന്തപുരത്ത് മറ്റേ നമ്മുടെ തന്നെ മന്ത്രിമാരുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് ഒരു മന്ത്രിയുടെ കൈമ പിടിച്ച് ഉമ്മ വെച്ചത് കറക്റ്റായിട്ട് വന്നിട്ട് പിടിച്ചോ. ഇതാണ് സിമ്പിൾ. അപ്പൊ ഞാൻ ഇത് ഏത് മാറിയാണ് ഈ ഗോക്ക് ഉണ്ടാക്കണേ. അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ബേസിലുമായി പൊന്മാന്റെ ഒക്കെ ഒരു ഭയങ്കര സന്തോഷത്തിന്റെ പുള്ളി ഇങ്ങനെ നിൽക്കണം. അതെ, ഞാനൊരു VIP ആണ്. അപ്പൊ VIP ടിക്കറ്റ് ഉണ്ടാവോ? ഏത് VIP ആണെങ്കിലും ഒരു കാര്യമില്ല, ഹൗസ്ഫുൾ വേണമെങ്കിൽ വന്ന് നിലത്തിരുന്ന് കണ്ടോ. ഇതൊക്കെ എങ്ങനെ സാധിക്കും? എനിക്ക് എന്റെ പേര് തന്നെയാ ലിജോ. അപ്പൊ ലിജോ മോളുടെ വേഷത്തിൽ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഞാൻ അലിൻ ജോസ് പെരേര, ഞാൻ ആറാട്ടന്റെ. അതെ, മറക്കില്ല. ഇനി നമുക്കൊരു കുഞ്ഞു ഗെയിം സെക്ഷനിലേക്ക് പോവാം. ഓൾറെഡി അയ്യോ വന്നു. ഞാൻ ഈ ഒരു സംവിധാനം ഇത്ര നേരം ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ കൊണ്ടുവന്നു, അതായത് നമ്മുടെ എല്ലാ സീസണിലും ഹിറ്റ് ആയ ഒരു ഗെയിമായിട്ടാണ് ഞാൻ തീർത്തത്. പേര് അതുകൊണ്ട് ഇട്ടിട്ടില്ല, കുറച്ച് പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട്. അതായത് ഗെയിം വളരെ സിമ്പിൾ ആണ്. സ്ക്രിപ്റ്റ് റൈറ്ററിന് ഭയങ്കര എളുപ്പവും ഇഷ്ടമുള്ളൊരു ഗെയിം ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഞാനൊരു സ്റ്റോറി ലൈൻ തുടങ്ങി തരും. ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന എന്താണോ ആ ആളെയോ അല്ലെങ്കിൽ ഒരു സാധനമായിരിക്കാം, ഒരാളായിരിക്കാം, അത് വെച്ചിട്ട് സ്റ്റോറി ബിൽഡ് ചെയ്ത് നിങ്ങളൊരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണം. 3 പേർക്കും 3 ചിട്ട് ഇതുണ്ട്. ഇപ്പൊ ഒരു ചിട്ട് എടുക്കാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്ന ഞാൻ തുടങ്ങിത്തരാം. ദാവീദാണ് കോൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ കഥ തുടങ്ങുകയാണ്. ഒരിടത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ആളുടെ പേര് ദാവീദ് എന്നായിരുന്നു. ആൾക്ക് ബൈക്ക് ഓടിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ആളപ്പോൾ ആളുടെ ടൗണിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആൾ അടുത്തെടുക്കണം. എന്നിട്ട് ചേട്ടൻ എടുത്തിട്ട് എന്താണോ വരുന്ന ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു കഥ കണ്ടിന്യൂ ചെയ്ത് ഞാനില്ല നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ തുടങ്ങി. ദാവീദ് ഒരു ചെറുപ്പക്കാരൻ, 10-24 വയസ്സുള്ള ഞാൻ ദാവീദിന് പ്രൊമോഷൻ തരാണ്. സ്റ്റാർട്ടിങ്ങില് ബൈക്ക് ഓടിച്ചു പോകുന്നു. ഒരു ഇരുട്ടത്തൂടെ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ മലമുകളിൽ കയറുമ്പോൾ അയാളുടെ വണ്ടി നിന്നുപോയി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി നിന്നുപോയി. എടുത്തോ. തുറക്കണ്ടോ ഇപ്പൊ? തുറക്കരുത്. പ്ലാൻ ചെയ്യാനും പറ്റില്ല. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ഇതിലുള്ളതുമായി വായിക്കണം. വായിച്ചിട്ട് പറഞ്ഞു. ആന്റണി പെപ്പെ. സൂപ്പർ, നന്നായി. ആ പയ്യൻ ആന്റണി പെപ്പെ ആയിരുന്നു. ആ ബൈക്ക് ഓട്ടിച്ചു പോകുന്ന പയ്യൻ ദാവീദ് ആന്റണി പെപ്പെ. ദാവീദ് ആന്റണി പെപ്പെ തന്നെയാണ്. ഈ ബൈക്ക് ഓട്ടിച്ചു പോയ പയ്യനും ആന്റണി പെപ്പയാണ്. ആന്റണി പെപ്പെ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് ഇങ്ങനെ വണ്ടി സ്റ്റാൻഡ് വെക്കാൻ നോക്കി. സൈഡ് സ്റ്റാൻഡില്ല, ഇയാൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചു. സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചപ്പോൾ എന്തോ ഒരു വെളിച്ചം ആ സൈഡിൽ നിന്ന് വന്നു. അയാൾ ആ വെളിച്ചം എവിടെ നിന്നാണെന്ന് തിരിഞ്ഞു നോക്കിയത്. നന്നായി. എനിക്ക് എന്റെ പേര് തന്നെയാ ലിജോ. ഓക്കെ, ഇവിടെ ലിജോ മോളെ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ വെളിച്ചം കണ്ടിടത്തേക്ക് ആന്റണി നോക്കിയപ്പോൾ കാണുന്നത് ലിജോ മോളെയാണ്. ലിജോ അതൊരു വീടാണ് ആക്ച്വലി. കുറച്ചത് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടാണ്. അപ്പോൾ ആന്റണി അവിടേക്ക് ചെല്ലുക, വെളിച്ചം കണ്ട വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് അവൻ ഹെൽപ്പ് ചോദിക്കാനായിട്ടാണ് ചെല്ലുന്നത്. അപ്പം ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ തുറക്കുന്നത് ലിജോ മോളാണ്. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ. വനിതാ വിനീത തിയേറ്റർ. നന്നായി. ഇത് അപ്പൊ അതായത് എന്ത് പറയൂ,
അവിടേക്ക് ചെല്ലണ സമയത്താണ് ലിജോ മോൾ എന്ന് വിചാരിച്ച് ഞാൻ ചെല്ലുന്നു. പെട്ടെന്ന് ചെല്ലുന്നു. അപ്പൊ ലിജോ മോളുടെ വേഷത്തിൽ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ അലിൻ ജോസ് പെരേര അപ്പുറത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇവൾ മമ്മൂടിയുടെ നാട്ടിൽ. ഞാൻ ആദ്യം ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നു വാവെന്ന് പറഞ്ഞത് സഹായം വളരെ പൊളൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അലിൻ ജോസ് പെരേര ഞാൻ ആറാട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും കൂടി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഓർഡറോ നിൽക്കണോ അതോ ഓർഡറോ? അപ്പൊ ഒരു ഇപ്പൊ ഒരു ഷോ ഉണ്ട്, നമുക്ക് വനിതാ വിനിത തിയേറ്ററിലേക്ക് അങ്ങോട്ട് പോവാം. നന്നായി. പിന്നീട് കഴിഞ്ഞില്ല, കഥ തീർക്കണം. ദൈവം ഇത് എന്താണോ വരാൻ ഏറ്റവും ഫണ്ട് പരിപാടി ഇതല്ലേ? വളരെ എന്താ എന്താ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിടിച്ചോ തിയേറ്ററിൽ എന്നിട്ട് പടം കണ്ടിറങ്ങുമ്പോ അവിടുന്ന് പോപ്കോൺ കഴിച്ചോണ്ട് അശ്വന്ത് കോക്ക് ഇരിക്കുക. അശ്വന്ത് കോക്ക് പടത്തിനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിന് പുള്ളി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോപ്കോൺ കഴിക്കുന്നത്. പുള്ളി ഒരു കാപ്പിയും കുടിച്ചിട്ട് പുള്ളി നേരെ നടക്കുക കോസ്റ്റ്യൂം വാങ്ങാൻ വേണ്ടിയിട്ട്. പുള്ളി കണ്ട പടം ദാവീദാന്ന് തോന്നുന്നു. പുള്ളി ഒരു ഗ്ലൗ ഒക്കെ വാങ്ങിയിട്ട് പുള്ളി നടന്നു പോകുന്നു. അപ്പം പുള്ളിയുടെ ഞാൻ ചോദിച്ചു ഇങ്ങോട്ടാണ് പറഞ്ഞ് ദാവീദ് കണ്ട് പടത്തിന്റെ റിവ്യൂ പറയാനാണ്. എന്താ റിവ്യൂ? അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി നടന്നു ഒരു പോക്ക് പോയി. മമ്മൂട്ടിയോ? ഇതിനിടയിൽ മമ്മൂട്ടി പുള്ളി മമ്മൂട്ടിയുടെ കാര്യം നോക്കട്ടെ. അയ്യോ മമ്മൂട്ടിയെ ഇതിലിങ്ങനെ കൊണ്ടുവരുതേ. നോ ഹെൽപ്പിംഗ്. ഇതിലൊരു വിന്നറൊക്കെ ഉണ്ട്. എന്നെ അലിൻ ജോസ് പെരേര എന്തായാലും ഇടിയിച്ചു. അല്ല അവര് രണ്ടുപേരായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിട്ടാ. അത് നല്ല പാവങ്ങളുമാണ്. എന്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. ഓക്കെ, അപ്പൊ എനിക്കുള്ള പണിയായിരിക്കും. ഇല്ല അപ്പൊ അശ്വന്ത് കോക്ക് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് മമ്മൂക്ക വരുവാണ്. ഏതോ ഒരു സിനിമ കാണാനായിട്ട് വരുവാണ്. അപ്പൊ മമ്മൂക്കയെ കണ്ട് പെട്ടെന്ന് അശ്വന്ത് കോക്ക് ചോദിക്കുകയാണ്, ബസൂക്ക എന്താണ് മമ്മൂക്ക ഫെബ്രുവരി 14 ഇറക്കുന്നതിനെ കുറിച്ച് എന്താണ് കൺഫർമേഷൻ ഒന്നും നമുക്ക് തരാതിരുന്നെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് പറയുന്നു ഏതായാലും കുറേ ലവ് സ്റ്റോറീസ് ഉണ്ട് ഇതിനിടയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കി ദാവീദും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തൊരു സമയത്തേക്ക് നമ്മൾ മൂവി പോസ്റ്റ്പോൺ ചെയ്തു എന്ന് മമ്മൂക്ക പറയാണ്. ബാക്കി പറയട്ടെ. മമ്മൂക്ക പറയണം ഇതിനകത്ത് ഞാൻ ആരോടെ പോണം അത് ഇത് കാണും. എന്റെ ദൈവമേ എന്തുവാടി പിണറായി വിജയൻ സാർ അല്ലേ? പിണറായി വിജയൻ സാറല്ലേ ഇതൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ. അങ്ങോട്ട് നോക്കിയാ ഇതൊക്കെ എങ്ങനെ സാധിക്കും? അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്ക അതിൻ്റെ ഇടയിൽ ദാവീദ് കണ്ടു കേട്ടോ. അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞു, ഗംഭീര റിവ്യൂ, മറ്റേ ബോക്സിങ്ങിന്റെ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ഗംഭീര റിവ്യൂ പറയുന്നു. മമ്മൂക്ക അതിൻ്റെ ഇടയിൽ ദാവീദ് കണ്ടു. അപ്പൊ അതിൻ്റെ ഇടയിൽ മറ്റേ നമ്മുടെ കൊച്ചിയിൽ വലിയൊരു മീറ്റിംഗ് എടുക്കുമ്പോൾ മമ്മൂക്ക അവിടെ വിശിഷ്ടാതിഥിയായിട്ട് വന്നേക്കാണ്. അപ്പൊ നോക്കുമ്പോൾ പിണറായി വിജയൻ സാറാണ് അവിടുത്തെ വേറൊരു ചീഫ് ഗസ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് മമ്മൂക്ക എന്നാ അപ്പം നമുക്ക് ഒരു കുറച്ച് ലേറ്റായി. അപ്പം അവിടേക്ക് എത്താനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പം പിണറായി വിജയൻ സാർ ചോദിച്ചു എന്താ മമ്മൂക്ക ലേറ്റായെന്ന് ചോദിക്കണം. ഞാൻ കയറി. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇമോഷണലായി. എനിക്ക് ഭയങ്കര ഇത് തോന്നി. അപ്പൊ അതിനകത്ത് അഭിനയിച്ച ആ ആന്റണി വർഗീസ് എന്ന് പറഞ്ഞ ആ പെപ്പേനെ ഒന്ന് വിളിച്ച് ഒന്ന് പയ്യൻ കൊള്ളാം, പെപ്പേനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനല്ലേ മറ്റേ RDXന്റെ ഇതിന് തിരുവനന്തപുരത്ത് മറ്റേ നമ്മുടെ തന്നെ മന്ത്രിമാരുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് ഒരു മന്ത്രിയുടെ കൈമ പിടിച്ച് ഉമ്മ വെച്ചത്. ആ പയ്യന്റെ പടം അങ്ങനെയാണോ? എന്നാ ശരി. അപ്പൊ ഞങ്ങളുടെ മന്ത്രിസഭയുടെ എല്ലാവരും കൂടിയിട്ട് ആ പടം ഒന്ന് കാണാൻ പോകാം. നമുക്ക് ഇത്ര കാര്യമായിട്ട് പറഞ്ഞു സ്ഥിതിക്ക് പോയേക്കാം. അവിടെ വരെ ഇത് കണ്ടിട്ട് മന്ത്രിസഭയുടെ അവിടെ മന്ത്രിമാരെല്ലാവരും കൂടെ പടം കാണാൻ നിൽക്കുന്ന സമയത്ത് ആറാട്ടെണ്ണം പറയുന്നു ഫസ്റ്റ് ഹാഫ് ഉഗ്രൻ, സെക്കൻഡ് ഹാഫ് ഞാൻ കാണാൻ കയറുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആറാട്ടെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. ആറാട്ടൻ്റെ റിവ്യൂ
റിവ്യൂവിന് ആറാട്ടൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ ആരും വെയിറ്റ് ചെയ്യുന്നില്ല. അവരെല്ലാവരും പടം കാണാമെന്നുള്ള ഡിസിഷനിൽ അകത്തോട്ട് കയറുകയായിരുന്നു. അവർ കണ്ടിട്ട് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചധികം തള്ളുന്നുള്ളൂ. എന്തും ചെയ്യാം ചേട്ടന്റെ കഥ. ആ പടം 100 കോടി ക്ലബിൻ്റെ പരിപാടികളാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ആഘോഷങ്ങൾക്ക് വിളിക്കണമെന്ന് മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ട് അവർ പണം കണ്ട സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഹഗ് ചെയ്തിട്ട് പോവുകയായിരുന്നു. അപ്പൊ ആരട്ടനവിടെ അതൊന്നും ഞാൻ അവിടെ വിട്ടല്ലോ. ചൂരക്കറി. അപ്പൊ ഞങ്ങളുടെ പടം 100 കോടി ക്ലബിൽ കയറുന്നതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും കൊല്ലത്തെ ഷൂസാറ് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങളൊരു നല്ല റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടുന്ന് ചൂരക്കറി എന്തൊക്കെയാണ് കപ്പ ഇഷ്ടം പോലെ സാധനങ്ങൾ ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഞങ്ങളത് കഴിച്ച് സന്തോഷത്തിൽ ഞങ്ങൾ പിരിയാണ്. ഇനി ചൂരക്കറിയെ കുറിച്ച് വേറെ കഴിച്ചു. അച്ചു ബേബി ജോൺ. അപ്പൊ ഈ ചൂരക്കറി കഴിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും വയറിന് ചെറിയ മൊത്തത്തിലൊരു പ്രശ്നം. അതായത് ഇങ്ങനെ നമ്മളൊരു അവിടെ ഏതൊരു റെസ്റ്റോറന്റിന്റെ പേരൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ പണം ഹിറ്റ് ആയിരുന്ന സന്തോഷത്തിൽ നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. നമ്മള് വയറിളക്കത്തിന് എതിരായിട്ടുള്ള ടാബ്ലറ്റ് കഴിക്കുന്നു. അപ്പൊ ആ സമയത്താണ് അച്ചു പറയണത്, എടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഫിഷിന്റെ ഇത്രയും ഇതൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ എന്തിനാ ഈ അവിടെ പോയിട്ട് ചൂരക്കറി കഴിച്ചേ, ഞാൻ ഉണ്ടാക്കി തരില്ലേ ചൂരക്കറി. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് ഇരുന്നു. അപ്പൊ അവിടെ തിയേറ്റർ പ്രൊമോഷൻ. തിയേറ്ററിൽ ഞാൻ നോക്കുമ്പോൾ കയറാനേ പറ്റുള്ളൂ, അവിടെ ഭയങ്കര ബ്ലോക്ക്. അപ്പൊ ഞാൻ ഇത് ഏത് നാറിയാണോ ഈ ബ്ലോക്ക് ഉണ്ടാക്കണേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളാണ് ആ ബ്ലോക്ക് ഉണ്ടാക്കിയേക്കണത്. കാരണം നമ്മുടെ പണം കാണാൻ വേണ്ടി ആൾക്കാർ ഭയങ്കരമായ ബഹളം. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല, ബഹളം. അങ്ങനെ അവസാനം ആ തിയേറ്ററിന്റെ അവിടെ കൂടെ എത്തണു. അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ തല കൈമാറി. ലാസ്റ്റ് ചിട്ട് ഇനിയുണ്ടോ? ഒരു ചിട്ടും കൂടെ കാണും. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ചിട്ടും കൂടെ കാണും. അപ്പൊ എന്താ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഈ ആൾക്കൂട്ടത്തെ എല്ലാം നോക്കിട്ട് നമ്മുടെ എന്താ കിട്ടിയേ? അക്ഷര ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഒരാൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ആൾക്കാർ മൊത്തം എന്നെ കാണാൻ വന്നിട്ടുള്ള നമ്മുടെ ആങ്കർ. അപ്പം പടം അഭിപ്രായം പറയണ്ടേ? അപ്പം ആൾക്കാർ പറഞ്ഞു, അല്ല നിങ്ങളെ കാണാനല്ല, ഞാൻ പടം ദാവീദ് കാണാൻ വന്നതാണ്, ഒന്ന് മാറി എന്നായിരുന്നു പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒന്ന് ചെറുതായിട്ട് അപമാനിച്ചിട്ട് ആൾക്കാരകത്തേക്ക് കയറി പടം കാണാനായിട്ട് പോയി. അകത്തേക്ക് കയറി തിയേറ്ററിനകത്തേക്ക് ആൾക്കാർ കയറി. ലിജോയ്ക്ക് കഴിഞ്ഞു. ഇപ്പം ക്ലബിലോട്ട് മെമ്പർഷിപ്പ് ഇട്ടിട്ടിരിക്കുക. അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ബേസിൽ ജോസഫ് ഇങ്ങനെ പൊന്മാന്റെ ഒക്കെ ഒരു ഭയങ്കര സന്തോഷത്തിന്റെ പുള്ളി ഇങ്ങനെ നിൽക്കണം. അപ്പൊ ആ സമയത്താണ് കൊല്ലത്തെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ തൃപ്തായത്? അപ്പോഴാണ് അറിയണം ഭയങ്കര ബ്ലോക്ക്. അപ്പൊ പുള്ളിയും വണ്ടിയിൽ തെറി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് സമയത്തിന് അവിടെ എത്താൻ പറ്റില്ല. നോക്കുമ്പോ ഇത് മറ്റേ ദാവീദ് എന്ന് പറഞ്ഞ പടം അറിയില്ലേ, അതിന്റെ തിരക്കാ. അവിടെ മറ്റേ പെട്ടയും അവരൊക്കെ വന്നിട്ടുണ്ട്. ഓഹോ അടിപൊളി എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അന്ന് പടം ഒന്ന് കണ്ടാല. ഇനിയിപ്പോ എന്തായാലും ഈ ബ്ലോക്കിനാട് വരെ പോണ്ടേ, ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിലേക്കാ. അപ്പൊ തിയേറ്ററിലേക്ക് വിളിക്കാം. അതെ ഞാനൊരു VIP ആണ്. അപ്പൊ VIP ടിക്കറ്റ് ഉണ്ടാവോ? ഏത് VIP ആണെങ്കിലും ഒരു കാര്യമില്ല, വേണമെങ്കിൽ ഇവിടെ വന്ന് നിലത്തിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്നാ നമ്മുടെ ചെക്കനല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോ ഞാനവിടെ നമ്മളെല്ലാവരും ഉണ്ട്. അന്നാ നമ്മള് അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിരത്തിയിരിക്കുന്നു. പുള്ളിയുടെ കൂടെ വന്ന് എല്ലാവരും കൂടി പടം കാണുന്നു. അത്രയും വലിയ റൊമാൻറ്റിഫിക്കേഷൻ ആയിട്ട് ഒരു മൊമെന്റ് വേറെ ഉണ്ടാവും. ടിക്കറ്റ് കിട്ടാനില്ല. ഈ ഗെയിമില് മോറൽ ഓഫ് ദി സ്റ്റോറി ബമ്പർ ഹിറ്റ് ആണ് 100 കോടി ക്ലബിൽ. ഇനി എന്ത് വേണം? അല്ല ഈ പരിപാടികളെല്ലാം നടന്ന അടിപൊളിയാണ്. ഈ പരിപാടികളൊക്കെ വന്നാൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഞാനാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. മറ്റേ വിഷ്വൽ ബോർഡ് ഉണ്ടാക്കണ പോലെ. അതെ മറക്കില്ല. നന്ദിയുണ്ട്. ഓക്കെ, അപ്പൊ 100 കോടിയിൽ എടുത്തിരിക്കുന്ന ദാവീദ് എത്തട്ടെ. ടച്ച് വുഡ്. അത് പറഞ്ഞപ്പോഴാണ് ബോക്സിംഗ് ഫെഡറേഷനിൽ
മെമ്പർഷിപ്പ് എടുത്തു എന്നൊക്കെ കേട്ടത്. മെമ്പർഷിപ്പ് എടുത്തതല്ല, അവരെനിക്ക് തന്നതാ, ലൈസൻസ് തന്നതാ. അത് നമ്മുടെ ഈ വിഷ്വൽസും പരിപാടികളൊക്കെ കണ്ടിട്ട് തന്നതാ. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 14 ദാവീദ് തിയേറ്ററിൽ എത്താണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ക്രൂന് എല്ലാം പറയാനുണ്ടോ സ്പെഷ്യലായിട്ട് ഓഡിയൻസിനോട്? സ്പെഷ്യലായിട്ട് പറയാനുള്ളത് നമ്മൾ പറയാൻ ഒന്നാണോ? അല്ലല്ല പറഞ്ഞു. ഇല്ല, ദാവീദ് ഇപ്പം നമ്മൾ ടീച്ചറിൽ കണ്ടതുപോലെ ഇതൊരു ബോക്സിങ് മാത്രം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡ്രാമ, ഒരു ആക്ഷൻ ഡ്രാമ മാത്രമായിട്ടുള്ള പടമല്ല. ഇതൊരു ഫാമിലി ഇമോഷൻസിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ഫാമിലി ഡ്രാമയും കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. യങ്സ്റ്റേഴ്സിന് ഇടി ബോക്സിംഗ് ഉണ്ട്, ഫാമിലീസിന് വേണ്ടുന്ന എല്ലാ എലമെന്റ്സും എല്ലാം കൂടി മിക്സ് ആണ്. അപ്പൊ അതെ അതെ, ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റോ എല്ലാം കിട്ടും ഇതില്. പിന്നെ ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ഇത് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ നല്ല നമ്മൾ OTT വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിലെ ചെറിയ സ്ക്രീനിലോ കാണുമ്പോൾ ആ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.